ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി ആളുകൾ ഞാൻ ഈ ക്യാമ്പായതുകൊണ്ട് തന്നെ ഫോൺ വളരെ അപൂർവമായിട്ട് ഉപയോഗിച്ചിരുന്നുള്ളൂ. അതിനുശേഷം ഫോൺ എടുത്തപ്പോൾ കുറേ വാട്സപ്പിൽ ഒത്തിരി മെസ്സേജുകൾ റിപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മിഷിയ മിഷൻ്റെ നമ്പറിൽ ഒത്തിരി മെസ്സേജുകൾ ഇങ്ങനെ കിടക്കുക. അപ്പോൾ എനിക്കറിയാം ഇതെല്ലാം ഒരു പരിധിവരെ കോമൺ മെസ്സേജാണ്. പല ആളുകളും ഓണവുമായി ബന്ധപ്പെട്ട പല പുരോഹിതരുടെ വീഡിയോസ്, അവിടെ നടന്ന ചില കാര്യങ്ങൾ, ചില ചർച്ചുകളിൽ നടന്ന ഓണാഘോഷങ്ങൾ, ഇങ്ങനെ വേണ്ട ഒട്ടനവധി വീഡിയോസാണ് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വാട്സാപ്പിൽ അയച്ചിരിക്കുന്നു. ബ്രദറെ ഇതിനൊരു മറുപടി കൊടുക്കണം, ബ്രദറെ ഇതൊന്ന് സംസാരിക്കണം, ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കണം എന്നൊക്കെ. ഇങ്ങനെ ആദ്യമൊക്കെ ഞാനതിനെ കണ്ടപാടെ ഇഗ്നോർ ചെയ്തു. കാരണം എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളതാണ്. എനിക്ക് ഇപ്പോൾ ഈ തവണ കിട്ടിയൊരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഒത്തിരി ശുശ്രൂഷകർ, പ്രത്യേകിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒത്തിരി ദൈവവചന പ്രഘോഷകർ, ധ്യാനഗുരുക്കന്മാർ, പുരോഹിതരായിട്ടുള്ളവർ, മറ്റേത് മേഖലയിലും വർക്ക് ചെയ്യുന്നവർ, ഇതിനു വേണ്ടി ഒരു അന്യാരാധന ഇന്ന് ചർച്ചുകളുടെ ഇടയിലേക്ക് കയറി വരുന്നതിനെതിരെ നമുക്കറിയാം, ജീസസ് മിഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തന്നെയും പിന്നെയും ഓരോ ക്യാമ്പുകളിൽ നമ്മൾ പറയും, ഓരോ ജനത്തെയും, പുതിയ വ്യക്തികളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അന്യ ആരാധനയിലേക്ക് നിങ്ങൾ പോകരുത്, അന്യ ആരാധനയെ അനുകരിക്കരുത്. ഇങ്ങനെയുള്ള അനുകരണം നമ്മൾ പാടില്ല. പ്രത്യേകിച്ച് ഓണാഘോഷം പോലെയുള്ള കാര്യങ്ങൾ അതൊരിക്കലും ഒരു ദേശീയ ഉത്സവമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ കഴിയാത്ത പൂർണ്ണമായ അന്യ ആരാധനയാണ്. ആ ആരാധന ദേവാലയങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ഒന്നും കൊണ്ടുവരരുത് എന്ന് നിരവധി പ്രാവശ്യം അതിൻ്റെ ചരിത്ര തെളിവുകളിലൂടെ, എന്താണ് പൂക്കളമിടുന്നത്, എന്താണ് ഈ പൂക്കളമിടുമ്പോൾ ഒരു പൂവിടലുള്ളൂ, അല്ലെങ്കിൽ ഒരു പായസം കഴിക്കുന്നതിലേ ഉള്ളൂ, ഇതൊക്കെ അല്ലെങ്കിൽ ഒരു വടംവലി, ഒരു കളിയിൽ ഏർപ്പെടുന്നത്, ഇതൊക്കെ ആരാധനയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനേക ന്യായീകരണങ്ങളും. എന്നാൽ അതിനെയൊക്കെ ചരിത്രപരമായിട്ട് ഇതെല്ലാം ആരാധനയുടെ ഭാഗം തന്നെയാണ്. തിരുവാതിര കളിയാകട്ടെ, എല്ലാം ആരാധനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീസസ് മിഷൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ. മാത്രമല്ല, നമ്മളുടെ ക്ലാസ്സുകളുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അനേക കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലുള്ള പുരോഹിതർ, ഒത്തിരി ശുശ്രൂഷകർ, സുവിശേഷകർ, ധ്യാനഗുരുക്കന്മാർ, ഇവരെല്ലാം അവരുടേതായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് എഫേർട്ട് എടുത്ത് അവരും ക്ലാസ്സുകളിടുന്നു. മറ്റ് യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഇതിന് നല്ല രീതിയിൽ റെസ്പോൺസ് കൊടുക്കുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു. പക്ഷെ എനിക്ക് ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എത്രത്തോളം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു അത്രത്തോളം ശക്തമായി ഇത് കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു കാലത്ത് ചർച്ചകളിൽ കാര്യമായി ഇല്ലാത്ത രീതികൾ ഇന്ന് കൂടി വരിക. എനിക്കതിനകത്ത് പ്രത്യേകമായി ശ്രദ്ധിച്ചത് യാക്കോബിറ്റ് ചർച്ചകളുണ്ട്. യാക്കോബിറ്റ് ചർച്ചകളിലൊക്കെ കാര്യമായ ഒരു ഓണാഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വിമർശനങ്ങൾ ശക്തമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഇതിൻ്റെ ഭാഗമാണേ എന്ന് പറയേണ്ടി വരുന്ന ഒരു വലിയ കഷ്ടത്തിലാണ് അവരുമായിരിക്കുന്നത്. മാത്രമല്ല, ഒട്ടുമിക്ക ചർച്ചകളിലും ഇതിങ്ങനെ സ്ഥിരമായി കണ്ടു തുടങ്ങി. എൻ്റെ ദേവാലയത്തിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അടുത്ത ദിവസം അത് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പം ഇങ്ങനെ ഇത് നമ്മൾ എത്രത്തോളം ഇതിനെതിരെ ശക്തമായി പ്രഘോഷിക്കുകയും പ്രബോധനങ്ങൾ നടത്തുകയും ചെയ്യുന്നു, അതിനേക്കാൾ ശക്തമായി ജനം ഇതിനെതിരെ തിരിയുന്നു. അല്ലെങ്കിൽ ഇതിന് ഞങ്ങൾ ആഘോഷിക്കും, ഞങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഒരു ചർച്ചിൻ്റെ അകത്ത് ഊട്ടുസദ്യ നടക്കുന്നു, ഓണസദ്യ നടക്കുന്നു. അതായത് ദേവാലയത്തിൻ്റെ അകത്ത് ആരാധന നടക്കേണ്ട, ദൈവത്തെ വർഷിപ്പ് ചെയ്യേണ്ട ദേവാലയത്തിൻ്റെ അകത്ത് നിരയിട്ട്, കസേരകൾ നിരത്തി, മേശകൾ നിരത്തി, ഇലയിട്ട് ഊണ് കൊടുക്കുന്ന ഒരു കാര്യം എത്രത്തോളം അധപതിച്ചു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ട മറ്റൊരു വാർത്ത, ഇസ്രായേലിൽ നിന്നാണ് ആ വാർത്ത കേട്ടത്, മറ്റൊന്നുമല്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഓണത്തിൻ്റെ അന്ന് വെള്ളിയാഴ്ച, സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ഒരു മലയാളികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഈ മലയാളികളുടെ കൂട്ടായ്മയിൽ ശക്തമായ വിശുദ്ധ കുർബാന അർപ്പിക്കുക, ആരാധിക്കുക, ദൈവവചനം പ്രഘോഷിക്കുക, ഇതാണ് അവർ സ്ഥിരമായി ചെയ്തിരുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് യുദ്ധം വന്നിട്ടും, വലിയ പ്രശ്നങ്ങൾ വന്നിട്ടും ഈ കാര്യത്തിൽ ഒരിക്കലും അവർ മാറി നിന്നിട്ടില്ല. അതായത് ബോംബും മിസൈലും വരുമ്പോഴും അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കുർബാനയും അല്ലെങ്കിൽ ആരാധനയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാം വേണ്ടെന്ന് വെച്ചു. കാരണം എന്താ? ഓണമാഘോഷം അത് ഭയങ്കര ശ്രേഷ്ഠമായി അവർ കരുതി. അവിടെ കൂടിയിരുന്ന എല്ലാവരും ആഘോഷങ്ങൾക്ക് വേണ്ടി മാറിത്തിരിഞ്ഞു. അല്ലാതെ കുർബാന വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, അത് മാറ്റിവെച്ചു.
ഇങ്ങനെ ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട് പോലും മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. മത്തായി സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 42-ാം വാക്യം നമ്മളിന്ന് വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ ഒരു വിഷയം ഇന്ന് അനേകര് ഈ ഒരു കുടുക്കിൽപ്പെട്ട് കിടക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം വായിക്കുന്നത്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം വായിക്കാം. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന, ഇപ്പോൾ ഏതെങ്കിലും ഒരു ദൈവദാസൻ വന്നു, അവനൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു. ഒരല്പം, ഒരു ഗ്ലാസ് വെള്ളത്തിന് വല്ല വിലയുണ്ടോ? നമ്മൾ കേരളത്തിൽ പച്ചവെള്ളത്തിന് വല്ല വിലയുണ്ടോ? ഒരു വിലയില്ല അല്ലേ? ആവശ്യം പോലെ ലഭിക്കുന്നതാണ്. നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും നമുക്ക് വെറുതെ കിട്ടും. അല്ലെങ്കിൽ ഒരു കടയിൽ ചെന്ന് ചേട്ടാ ദാഹിക്കുകയാണ്, എനിക്ക് ഇത്തിരി വെള്ളം തരാൻ പറഞ്ഞാൽ അവർ പൈസയൊന്നും ഈടാക്കാതെ നമുക്ക് വേണമെങ്കിൽ വെള്ളം തരും. കുപ്പിവെള്ളം, മിനറൽ വാട്ടറിനൊക്കെ പൈസ കൊടുക്കണം. പക്ഷേ ഏറ്റവും സുലഭമായി നമുക്ക് കിട്ടുന്ന, മലയാളിക്ക് കേരളത്തിൽ ലഭിക്കുന്ന വെള്ളത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, നിന്നോട് പെപ്സി ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ചായ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, ഇനി വിലപിടിപ്പുള്ള വലിയ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറഞ്ഞില്ല. ഒരു വിലയില്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിനെവിടെ കണക്കുണ്ട്? സ്വർഗത്തിൽ കണക്കുണ്ട്. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നീ ഒരു ദൈവദാസന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത കാര്യത്തിൽ കണക്കുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദേവാലയത്തിൻ്റെ അകത്ത് ഇത്തരം മ്ലേച്ഛത കാണിച്ചതിന് കർത്താവിന് കണക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? തിരുവാതിര കളിച്ച് അന്യാരാധനകളുടെ അനുകരണം മുഴുവൻ നമ്മുടെ ദേവാലയങ്ങളുടെ അകത്തേക്ക് കയറ്റിയതിന് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപക്ഷെ എനിക്കറിയാം ഈ ഗ്രൂപ്പിലിരിക്കുന്ന 250 കുടുംബങ്ങളിൽ ആരും ഈ ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല. ഈ 5-ാം തീയതി നമ്മൾ ശക്തമായി ഉപവസിച്ച് ദൈവത്തെ ആരാധിച്ചു അല്ലേ? ഉപവസിച്ച് വൈകുന്നേരം നമ്മൾ ഭക്ഷണം കഴിച്ചുള്ളൂ. പകൽ മുഴുവൻ ബാക്കിയുള്ളവരൊക്കെ ഇലയിട്ട് ഊണ് കഴിക്കുമ്പോൾ ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് കർത്താവിനെ, സ്വർഗത്തിലെ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം ആരാധിച്ചു. മറ്റൊന്നും ചെയ്തില്ല. അങ്ങനെയുള്ളവരാ. പക്ഷെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അനേക വചനങ്ങളുണ്ട് ഈ കാര്യത്തിൽ. അതായത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ കണക്കുള്ള കർത്താവിന് നീ അന്യ ആരാധനയ്ക്ക് കൈകൊട്ടും പാട്ടും അതിനുവേണ്ടി ഓരോ കാര്യങ്ങളും കുഴലുത്തും ചെയ്തവന് അത് കർത്താവിൻ്റെ കണ്ണിൽ കണക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. കർത്താവിൻ്റെ കണ്ണിൽ അതിന് കണക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം. നമ്മൾ ദൈവവചനത്തിലൂടെ പെട്ടെന്ന് ഓടിപ്പോവാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം അതുകൂടി വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ആമേൻ. ശ്രദ്ധിക്കണേ. അതായത് ഓണം ആഘോഷിച്ച കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥത്തിൽ അത്തപ്പൂക്കളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്ന ആ ഒരു തൃക്കാക്കര അപ്പൻ്റെ ആ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ വിചാരിക്കും ഇത് കേരളത്തിൽ ഈ കഴിഞ്ഞ കാലത്തിൽ വന്ന ഒരു ആരാധന രീതിയായിരിക്കുമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ബൈബിൾ വായിച്ചാൽ ബാറൂക്കിൻ്റെ പുസ്തകം, ജ്ഞാനത്തിൻ്റെ പുസ്തകമൊക്കെ കാണുമ്പം അവിടെയുള്ള ചില വ്യക്തമായ ചില ബോധ്യങ്ങൾ ദൈവം നമുക്ക് തരുന്നൊരു കാര്യമുണ്ട്. ഒരു കാലത്ത് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് ശ്രേഷ്ഠനായ ഒരു മകനുണ്ടായിരുന്നു. അപ്പം ഈ മകനെ ജനം ആരാധിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? ഈ മകൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി അവിടെ വെച്ചു. അങ്ങനെ വന്നപ്പോൾ എല്ലാ വർഷവും ഈ പ്രതിമയെ വന്ന് കുമ്പിട്ട് താണ് വണങ്ങി ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. കാരണം ഇത് രാജാവിൻ്റെ മകനാണ്, രാജപുത്രൻ. അപ്പം അങ്ങനെ ബഹുമാനിക്കാൻ പറഞ്ഞു. പിന്നീട് ഈ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം? ഈ രാജാവിൻ്റെ ചിത്രമോ രൂപമോ അവരവരുടെ ദേശത്തുണ്ടാക്കി വെച്ച് അതിനെ വണങ്ങുക എന്ന രീതിയിലേക്ക് കടന്നു വന്നു. പിന്നീട് എല്ലാ വീടുകളിലേക്കും ഇതിൻ്റെ രീതികൾ കടന്നു വന്നു. ഇതിൻ്റെ മറ്റൊരു റിപ്ലിക്കേഷനാണ് നമ്മൾ ഈ കാണുന്ന ഈ അത്തപ്പൂക്കളോട്ട് അതിൻ്റെ ഫ്രണ്ടിൽ, അതിൻ്റെ നടുക്ക് ഒരു സാധനത്തിന് വെക്കുമല്ലോ, എന്താ അതിനെ പറയുന്നത്? ഓണത്തപ്പനോ? ഓക്കെ, തൃക്കാക്കരപ്പൻ അല്ലേ? ഈ അപ്പാപ്പന, ഈ കുഞ്ഞപ്പന വയ്ക്കുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ലെന്നേ. ഈ സംഭവത്തെ വെച്ചിട്ട് ഇതിനെ ആരാധിക്കുക. ഒരു കാലത്ത് തൃക്കാക്കര ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദേവൻ, ആ ദേവനെ ആണ് ഈ തൃക്കാക്കരപ്പൻ. ഈ തൃക്കാക്കരപ്പനെ ആരാധിക്കുന്ന രീതിയാണ് ഈ കടന്നു വരുന്ന സംഭവം. അതായത് പുള്ളീനെ എന്ത് ചെയ്യുക? പൂവിട്ട് പൂജിക്കുക. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ പൂവിട്ടാൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ദേവാലയത്തിൽ പൂവിട്ടാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദൈവവചനം അങ്ങനെ പൂവിട്ടാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന പുരോഹിതരുണ്ട്, ശുശ്രൂഷകർ. ഇപ്പം എനിക്ക്
ഇന്നലെ വന്ന 2-3 വീഡിയോകൾ ബിഷപ്പുമാർ ഓണാഘോഷിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷം മാർപ്പാപ്പ ഓണാഘോഷിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. പാവ ഇറ്റലിയിലാണ് കിടക്കുന്നതെങ്കിലും ഇറ്റലിയിൽ ഒരുപാട് മലയാളികളുണ്ടല്ലോ. നമുക്കെല്ലാം അങ്ങനെയുള്ള അനുകരണമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ താമസമൊന്നുമില്ല. ഇറ്റലിയിലും ഓണാഘോഷം കൂടുതൽ ഫ്രഷപ്പായിട്ട് അല്ലെങ്കിൽ ആഘോഷമായിട്ട് വരാൻ ചാൻസ് ഇല്ലായില്ല. മത്തായി സുവിശേഷത്തിൽ ദൈവവചനം പറയുന്ന കൃത്യമായ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും നിന്റെ പ്രബോധനം കുഴപ്പമില്ല, പ്രശ്നമില്ല, അങ്ങനെ ചെയ്തോ, അങ്ങനെയുമാകാം, ഇങ്ങനെയുമാകാം എന്ന് നീ പറയുന്ന നിന്റെ വ്യർത്ഥ വാക്കിന് ദൈവസന്നിധിയിൽ വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇതാരോടാ പറയുന്നേ? ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ പറയുന്ന കാര്യം, ഒന്ന് ചെറിയവന് വെള്ളം കൊടുക്കാൻ പറയുമ്പോൾ അത് ശുശ്രൂഷകന് വെള്ളം കൊടുക്കുന്ന കാര്യമാണ്, ശിഷ്യന് കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ ശിഷ്യന് വെള്ളം കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് പൊതുജനത്തിനുള്ള കാര്യമാണ്. രണ്ടാമത്തെ വിഷയം നേരെ തിരിച്ച്, ഇത് പൊതുജനമല്ല, പകരം പ്രബോധകരെ കുറിച്ച് അവിടെ പറയുന്നത്. കാരണം പ്രബോധകനാണ് ജനത്തെ വഴിതെറ്റിക്കുകയും വഴി നേരെയാക്കുകയും ചെയ്യുന്നത്. ദൈവവചനം സുവിശേഷം പ്രഘോഷിക്കുന്ന പ്രബോധകരാണ് ഒരു പരിധി വരെ ഒരുവനെ നേരെയാക്കുകയോ ഒരുവനെ വഴിതെറ്റിക്കുകയോ ചെയ്യുന്നത്. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവിന് ഇത് അറിയാം, അനേക വ്യക്തികൾ പ്രബോധകരാകുകയും ഈ പ്രബോധകർ ദൈവജനത്തെ വഴിതെറ്റിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവാത്മാവ് ദൈവത്തിൻ്റെ ജനത്തോട് ഇങ്ങനെയാണ് ആ വചനം പറഞ്ഞിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്കു നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ. എന്താണ് മനസ്സിലാക്കേണ്ടത്? കൂടുതൽ കർശനമായ വിധി നിന്റെ മുൻപിൽ വരും. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം, നീ സൂക്ഷിക്കണം. എന്താ നീ സൂക്ഷിക്കേണ്ടത്? എൻ്റെ സഹോദരരെ, നിങ്ങൾ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. അപ്പോസ്തലനായ പൗലോസ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും പ്രബോധകരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, കൊരിന്ത്യർ ലേഖനത്തിൽ നിങ്ങൾ എല്ലാവരും പ്രബോധകരായിരുന്നെങ്കിൽ, എല്ലാവരും പ്രബോധകരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾക്ക് പാല് മതി, കുപ്പിപ്പാല് മതി. ഈ കുപ്പിപ്പാൽ കുടിക്കുന്നവനൊന്നും പ്രബോധകനാകരുത് എന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്. എൻ്റെ സഹോദരൻ, നിങ്ങൾ അധികം പേർ, അതായത് ഒരു പ്രബോധനം നടത്തുമ്പോൾ നമ്മുടെ ജനം, കേൾവിക്കാരുണ്ടല്ലോ, നമ്മളെ കേൾക്കുന്ന, ഇപ്പോൾ എൻ്റെ യൂട്യൂബിലൊരു വീഡിയോ ഒരു പക്ഷേ 10 പേര് കാണുന്നുണ്ടാവുള്ളൂരിക്കും, ചിലപ്പോൾ 100 പേര്, ചിലപ്പോൾ 1000 പേര്, ചിലപ്പോൾ 10,000 പേര്, നമുക്കറിയത്തില്ല. ഓരോ വീഡിയോൻ്റെ കണ്ടന്റ് അനുസരിച്ച് ദൈവം ചില വീഡിയോ ചിലപ്പോൾ ഒത്തിരി പേരെ കാണിപ്പിക്കും, ചിലർ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. ഒരാൾ വഴിതെറ്റിയാൽ, ഒരൊറ്റ ആൾ വഴിതെറ്റിയാൽ അത് മതി നമ്മുടെ കഴുത്തേൽ കുരുക്ക് വീഴാൻ, നമ്മുടെ അടുത്ത് ചോദ്യം വരാൻ. അതുകൊണ്ട് പല ആളുകളും പല വിഷയത്തെക്കുറിച്ചും, പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പല സംശയങ്ങളും, ഇപ്പോൾ ഈ വിളക്കന്നൂരിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ നടന്ന, നമ്മൾ വിഗ്രഹത്തിനെതിരെ ശക്തമായിട്ട് പ്രഘോഷിക്കുമല്ലോ, എപ്പോഴും വിഗ്രഹത്തിനെതിരെ എപ്പോഴും ശക്തമായിട്ട് പറയും. അപ്പോൾ എനിക്ക് പലരും അയച്ചു ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ വിളക്കന്നൂർ എന്ന് പറയുന്നൊരു ദേവാലയത്തിൽ വിശുദ്ധ തിരുവോസ്തിയിൽ ഡാവിഞ്ചിയുടെ ചിത്രം, നമ്മുടെ താടിക്കാരൻ്റെ ചിത്രം വന്നല്ലോ, അപ്പോൾ അതെങ്ങനെയാണ്, അത് ശരിയാണോ തെറ്റാണോ, അതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഞാൻ ഇതുവരെ ഒരു അഭിപ്രായം അതിന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ബ്രദറെ, കർത്താവ് നിങ്ങൾക്കൊരു ബോധ്യം തരട്ടെ. എനിക്കെന്തായാലും ഇങ്ങനെയുള്ള കാര്യത്തിൽ വിശ്വസിക്കാൻ ഇതുവരെ ഒരു ആത്മപ്രേരണയില്ല. പക്ഷെ ഞാനൊരു ക്ലാസ് എടുക്കുകയോ ഒരു പ്രബോധനം നടത്തുകയോ തൽക്കാലം ചെയ്യില്ല. ദൈവാത്മാവ് ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ബോധ്യം, അതായത് ഇത് ശരിയാണോ തെറ്റാണോ, ഇതിൽ പ്രവർത്തിക്കുന്ന ദൈവമാണോ, ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, നമുക്കൊരു പൂർണ്ണ ബോധ്യമില്ല. 100% ആ കാര്യത്തിൽ, ദൈവവചനത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു അത്ഭുതം ശരിയോ തെറ്റോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പേഴ്സണലി. പ്രത്യേകിച്ച് അത് യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു പ്രബോധനം പറയണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യം നമുക്കുണ്ടാകണം. എനിക്ക് വ്യക്തമായൊരു ബോധ്യം ഉണ്ടായാൽ മാത്രം പോരാ, ദൈവാത്മാവ് അത് പറയാനുള്ള അനുവാദം കൂടി തരണം. ഇതല്ലാതെ നമ്മൾ വാ തുറക്കാതിരിക്കുന്നതാണ് ഒരു പരിധിവരെ നല്ലത്. അപ്പോൾ പലരും എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് സൈലൻസ് ആയിരുന്നു എൻ്റെ ഉത്തരം. ഒരു പരിധിവരെ ഒന്ന് സംസാരിക്കാതിരിക്കുന്ന ഒരു രീതിയായിരുന്നു. കാരണം എനിക്ക് ഈ വചനം അറിയാം, യാക്കോബിൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകരുത്. കാരണം പ്രബോധകൻ വലിയ വില കൊടുക്കേണ്ടി വരും. അവൻ പറയുന്ന ഒരു തെറ്റുകൊണ്ട് ഒരുവൻ വഴിതെറ്റിപ്പോയേക്കാം, ഒരുവൻ ചിലപ്പോൾ ഇല്ലാതെ ആയിപ്പോയേക്കാം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം
നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. മത്തായി അതിൻ്റെ 18:6 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരുക്കല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. അതായത് ഏറ്റവും എളുപ്പമുള്ള പണി അതാണ്. എന്താ എളുപ്പമുള്ള പണി? ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയവന് ദുഷ്പ്രേരണ, ഒരുവന് ദുഷ്പ്രേരണ, നീ പാപം ചെയ്തു കൊള്ളുക, നീ അന്യ ആരാധനയെ ചെയ്തു കൊള്ളുക, നീ അന്യ ആരാധന അനുകരിച്ചു കൊള്ളുക, ദൈവം അതിൽ പ്രസാദിക്കും. ദൈവം സ്നേഹമാണ് പഠിപ്പിച്ചിട്ടുള്ളത്, യേശു സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? നീ എല്ലാവരും സ്നേഹിക്കുക, നീ എല്ലാ മതത്തിനെയും സ്നേഹിക്കുക, എല്ലാ മതവിശ്വാസികളെയും സ്നേഹിക്കുക. ഓക്കെ, ശരി, മതവിശ്വാസിയെ സ്നേഹിച്ചോ. മതവിശ്വാസിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആചാരങ്ങളെ കട്ടെടുക്കുക, അങ്ങനെയാണോ മതവിശ്വാസിയെ സ്നേഹിക്കുക? ഞാനിപ്പോൾ ഒരു ഹൈന്ദവനെ സ്നേഹിക്കുക, ഓക്കെ, എനിക്കും ഒത്തിരി ഹൈന്ദവരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, നമ്മൾ അവരോട് ഇപ്പോഴും സ്നേഹം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ആ സ്നേഹം എന്ന് പറയുന്നത് അവൻ്റെ ആചാരങ്ങളെ, അവൻ്റെ ആരാധന രീതികളെ കട്ടെടുത്തുനിന്ന് സ്വന്തമാക്കുന്നതാണോ സ്നേഹം? അന്യൻ്റെ ഭാര്യയെ സ്നേഹിക്കരുത്, മോഹിക്കരുത് എന്ന് പറഞ്ഞ കർത്താവ് തന്നെയല്ലേ? ആ കർത്താവ് തന്നെയല്ലേ സ്നേഹിക്കാൻ പറഞ്ഞേ? അപ്പം അന്യൻ്റെ ഭാര്യയെ കട്ടെടുത്തു കൊണ്ടുവന്ന് സ്വന്തമാക്കുന്നതാണോ സ്നേഹം? അതൊരിക്കലുമല്ല. കാരണം ദൈവവചനോട് വ്യക്തമായിട്ട് പറയുക, എന്നിൽ വിശ്വസിക്കുന്ന ചെറിയവന് പോലും ഒരു ദുഷ്പ്രേരണ കൊടുക്കരുത്. ഇത് അനേകർക്ക് ദുഷ്പ്രേരണയാണ് ഇന്ന് കൊടുക്കുന്നത്. സുവിശേഷത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ അനേക ശുശ്രൂഷകരും പ്രബോധകരും വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഇത്തരം ആഘോഷങ്ങൾ പാടില്ല, ഇത് ആരാധന തന്നെയാണ്, ഈ ആരാധന നിങ്ങൾ എവിടെ കൊണ്ടുവരരുത്, ചർച്ചിൻ്റെ അകത്ത് കൊണ്ടുവരരുത് എന്ന് ശക്തമായി പറഞ്ഞിരിക്കെ അതൊന്നും നടക്കത്തില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന് വർഷാവർഷം ആഘോഷമായിട്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു അച്ഛൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ അച്ഛൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇതാണ്, മെത്രാൻ സമിതി ഇതിന് വ്യക്തമായി ഒരു മുന്നറിയിപ്പ് കൊടുക്കണം ജനത്തിന്. അതായത് കരിസ്മാറ്റിക് പ്രസ്ഥാനക്കാരും സുവിശേഷകരും ധ്യാനഗുരുക്കന്മാരും അതിരുവിട്ടു പോകുന്നു, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങൾക്ക് ഇവിടെ സമാധാനം വേണം, ഓണമൊന്നും വേണ്ടാന്നൊന്നും പറഞ്ഞുള്ള പ്രഘോഷണം നിർത്തണം, അങ്ങനെയൊന്നും പറ്റത്തില്ല, ഞങ്ങൾ ചർച്ചിൽ ചെയ്യും, അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല. അതിന് മെത്രാൻ സമിതി കൃത്യമായ റെസ്പോൺസ് വേണം. എനിക്ക് പെട്ടെന്ന് ചിരിയാണ് വന്നത്. കാരണം ചിരി വന്നതിനൊരു കാരണം വേറൊന്നുമില്ല. അതായത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കൃപാസനം പോലെയുള്ള തിന്മയുടെ വലിയ മേഖല ഈ കാലഘട്ടത്തിൽ നടന്നിട്ടും ഇതിനൊന്നും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനേക തിന്മകൾ, ഈ ലോകത്ത് നടക്കുന്ന അനേക തിന്മകൾ നമുക്കറിയാം, ഒട്ടനവധി തിന്മകൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ തിന്മയ്ക്കൊന്നുമെതിരെ മെത്രാൻ സമിതി സംസാരിക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ നടത്തണമെന്ന് ഇവിടെയുള്ള ഒരു പുരോഹിതനും കഷ്ടപ്പെട്ട് കരഞ്ഞു വിളിച്ച് ചോദിച്ചിട്ടില്ല, ഒരാളും ഇല്ല. അതായത് ഇപ്പോൾ കൃപാസനത്തിൽ മാതാവാണോ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 മെത്രാൻ സമിതിക്ക് ഒരു ബുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടും തിരിച്ചു വന്നിട്ടില്ല. എത്ര വർഷമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി? 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞു ആ പ്രത്യക്ഷത കഴിഞ്ഞിട്ട്. ഇനി വേണ്ട, കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമായി മാതാവ് പ്രത്യക്ഷപ്പെട്ട ലക്ഷക്കണക്കിന് സ്ഥലങ്ങളെക്കുറിച്ച് മാർപ്പാപ്പയുടെ മുൻപിൽ വലിയ കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു റെസ്പോൺസ് ഇല്ല. ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ, ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് മാതാവ് തന്നെയാണെന്നോ അല്ലെന്നോ യാതൊരുവിധ ഉത്തരവും വന്നിട്ടില്ല. അതൊട്ട് വരാനും പോകുന്നില്ല. നേർച്ചപ്പെട്ടിയും വിഗ്രഹവും നേർച്ചയും മാത്രമേ വരുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ട് വേറൊന്നും വരും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഒരു ഓണത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി ഘോരഘോരം മെത്രാന്മാരോട് പറയാം, നിങ്ങൾ പ്രസ്താവന ഇറക്കുക, നിങ്ങൾ കൃത്യമായ കാര്യം പറയും, നിങ്ങളങ്ങനെ ഒരു നിസ്സംഗതാ മനോഭാവം വെക്കരുത്, എത്രയും പെട്ടെന്ന് ജനങ്ങളോട് പറയാം, ഓണം ആഘോഷിച്ചോളാൻ പറയാം. കാരണം ഞങ്ങൾ അത് പാലക്കാട് രൂപതയിലുള്ള അച്ഛനാണ്, എനിക്ക് അതിനകത്ത് മനസ്സിലായി, നമ്മുടെ വട്ടായലച്ചനിട്ടുള്ളൊരു പണിയാണ്. കാരണം പാലക്കാട് രൂപതയിൽ വട്ടായലച്ചനാണ് ശക്തമായിട്ട് ഇതിനെതിരെ പ്രഘോഷിച്ചിരിക്കുന്ന ആൾ. അപ്പോൾ പാലക്കാട് രൂപതയിലെ ഒരു പുരോഹിതനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എനിക്ക് ആ പുരോഹിതൻ്റെ ആ പ്രസംഗം കേട്ടപ്പോൾ 20 മിനിറ്റോ എന്തോ എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ഓണം ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ ആവേശത്തോടെ പറയാൻ ശ്രമിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം നോക്കിയിട്ട് ഞാൻ ഈ വചനമാണ് എൻ്റെ ഹൃദയത്തിൽ വന്നത്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന്, ഒരൊറ്റ വ്യക്തിക്ക് ഒരു ദുഷ്പ്രേരണ കൊടുത്താൽ അവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്ന്
ദൈവത്തിൻ്റെ വചനം വളരെ വളരെ കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുക. നമ്മൾ ആലോചിക്കുക, നമ്മൾ എത്രയും പെട്ടെന്ന് പ്രബോധകരാകുന്നെങ്കിൽ എങ്ങനെയുള്ള പ്രബോധകരാകണം? ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാവും. കർത്താവ്, ഇനിയിപ്പം ഞങ്ങളിങ്ങനെ സുവിശേഷം പറയാൻ പറ്റുമോ, ദൈവവചനം പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെ വചനം പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയ പ്രശ്നം വരുമോ, അതുകൊണ്ട് സുവിശേഷം പറയുന്നത് നിർത്താം, ബുക്കൊക്കെ അടച്ചു വെച്ചു, ബൈബിളൊക്കെ അടച്ചു വെച്ചിട്ടിരിക്കാം, അതായിരിക്കും നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ. പറയുമ്പോഴൊരു സുവിശേഷം എന്താണ്, പ്രബോധനം എന്താണ്, ഇതിന്ന് പലർക്കും അറിയില്ല. എന്താണ് സുവിശേഷം, എന്തായിരിക്കാം സുവിശേഷം? ഇപ്പം സമരിയാക്കാരി സ്ത്രീ യേശുവിനെ കുറിച്ച് അറിഞ്ഞു, കേട്ടു, യേശു തന്നെ അവൾക്ക് ബോധ്യം കൊടുത്തു, അവളുടെ ജീവിതത്തിലെ ചില പ്രവചനങ്ങൾ, ചില ദർശനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവൾ പോയി സമരിയയിലുള്ള അനേകരോട് പറഞ്ഞു, ഞാനൊരു വ്യക്തിയെ കണ്ടു, ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു, നിങ്ങൾ വന്ന് കാണുക എന്ന് പറഞ്ഞ് അനേകരെ വിളിച്ച് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇതൊരു സുവിശേഷ പ്രവൃത്തിയാണ്. ഇത് ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഒരു സുവിശേഷ വേലയാണ്. പൗലോസ് അപ്പോസ്തലൻ, നമ്മൾ മാനസാന്തര കഥ വായിക്കുന്ന ആ അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് മാനസാന്തരം കഴിഞ്ഞ് അനന്യാസ് വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവൻ വിടുവിക്കപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത വാക്യം നമ്മളിങ്ങനെ കാണുന്നത്, അടുത്ത ദിവസം തന്നെ പൗലോസ് ഇങ്ങനെ പ്രഘോഷിക്കാൻ തുടങ്ങി, യേശു തന്നെ ദൈവപുത്രൻ, ക്രിസ്തു, യേശു തന്നെ മിശിഹ എന്ന് ജനത്തിൻ്റെ അടുത്ത് അവൻ പ്രഘോഷിക്കാൻ തുടങ്ങി. അതായത് സുവിശേഷം പറഞ്ഞു. ഈ സുവിശേഷം നമുക്ക് എവിടെയും പറയാം, ട്രെയിനിലും പറയാം, ഏത് സ്ഥലത്തും പറയാം. എന്താണ് എൻ്റെ അനുഭവം, ഞാൻ അനുഭവിച്ച ക്രിസ്തു, ഞാൻ കണ്ട ക്രിസ്തു, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ച യേശു കർത്താവ്, ഇവൻ തന്നെ ദൈവം എന്ന് പറയുന്നതാണ് സുവിശേഷം. പ്രബോധനം എന്ന് പറയുന്നത് ദൈവവചന അടിസ്ഥാനത്തിൽ ഇന്നത് ചെയ്യാമെന്നും ഇന്നത് ചെയ്യരുതെന്നും, എന്താണ് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നത്, നിഷ്കർഷിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു മേഖലയാണ് പ്രബോധനം എന്ന് പറയുന്നത്. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ ഒരു ഓർഡർ പറയുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ സഭയിൽ ആദ്യം അപ്പസ്തോലന്മാരും, രണ്ടാമത് പ്രവാചകന്മാരും, പിന്നീട് പ്രബോധകന്മാരും, ഇങ്ങനെ ഒരു ഓർഡർ നമുക്കവിടെ കാണാം. എഫേസ്യ ലേഖനം 4:11 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ ആദ്യം അപ്പസ്തോലന്മാർ, അതായത് ഒന്നാമത്തെ പദവി അപ്പസ്തോല പദവിയാണ്. രണ്ടാമത്തെ പദവി അത് പ്രവാചകന്മാരുടെ പദവിയാണ്. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആത്മാവുമായി കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി, അതായത് ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ നമ്മൾ പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ പ്രവാചകൻ അവന് തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അതൊക്കെ സംഭവിക്കുന്നു. അല്ല, ദൈവത്തിൻ്റെ പ്രവാചകൻ, ക്രിസ്തുവിൻ്റെ പ്രവാചകൻ കർത്താവിൻ്റെ ആത്മാവുമായി കണക്റ്റ് ആയിരിക്കും. മാത്രമല്ല ദൈവത്തിൻ്റെ ഹൃദയ ഇംഗിതത്തെ അറിയുന്നവനാണ്. നാളെ നടക്കാനിരിക്കുന്ന കാര്യം ദൈവം അവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ദൈവം അവനോട്ട് സംസാരിക്കും. അത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. കാരണം ദൈവം അബ്രഹാത്തോട് സംസാരിച്ചു, മോശയോട് സംസാരിച്ചു, പഴയ നിയമ പ്രവാചകന്മാരോടെല്ലാം സംസാരിച്ചു. പത്രോസിന്റെ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം പഴയ നിയമ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. അതെപ്പോഴെന്നും എങ്ങനെയെന്നും അവർ ആരാഞ്ഞു, അവർ അന്വേഷിച്ചു കണ്ടെത്തി എന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കാര്യം പഴയ നിയമ പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയാം, നാളെ നടക്കാനിരിക്കുന്ന കാര്യം അറിയാം. ഇത് തന്നെയാണ് ഇന്ന് പുതിയ നിയമത്തിലും സംഭവിക്കുന്നത്. എനിക്ക് തോന്നിയ പോലെ പുതിയൊരു കാര്യം വിളിച്ചു പറയുകയല്ല, പകരം നടക്കാനിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പോയി പരിശോധിച്ച് അറിഞ്ഞ് ലോകത്തോട് വിളിച്ചു പറയുന്ന അവനാണ് പ്രവാചകൻ. ആ വ്യക്തിയാണ് പ്രവാചകൻ. അപ്പോൾ ഈ പ്രവാചകൻ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 3ാം സ്ഥാനത്ത് പ്രബോധകരും നിൽക്കുന്നു. ഈ പ്രവാചകരെ കുറിച്ച് ഡിഡാക്കെ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പെട്ടെന്ന് സന്ദർഭവശാൽ ഓർത്ത ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ശ്രേഷ്ഠനെന്ന് നമ്മളെപ്പോഴും കരുതുന്നത് ആരാണ്? നമ്മുടെ ബിഷപ്പോ പുരോഹിതരോ അല്ലെങ്കിൽ മാർപ്പാപ്പയോ, നമ്മളെ നയിക്കുന്ന ആ വ്യക്തികൾ. പൗരോഹിത്യ സഭയിലുള്ളവരാണെങ്കിൽ പുരോഹിതനാണ് നമുക്ക് ശ്രേഷ്ഠൻ. ആ പുരോഹിതന്റെ മുകളിൽ ബിഷപ്പാണ് വന്നതെങ്കിൽ അപ്പോൾ ബിഷപ്പായിരിക്കും ആ ശുശ്രൂഷയിൽ ശ്രേഷ്ഠൻ. ഇനി അടുത്തത് മാർപ്പാപ്പയാണ് അവിടെ ഉള്ളതെങ്കിൽ ആ മാർപ്പാപ്പയായിരിക്കും അവിടുത്തെ ശ്രേഷ്ഠൻ. അങ്ങനെയായിരിക്കുമല്ലോ എല്ലാ ചടങ്ങുകളും. എന്നാൽ ഇരാക്കയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. സഭയിലെ മൂപ്പനോ ശ്രേഷ്ഠനോ ഡീക്കനോ ആരൊക്കെ അവിടെയുണ്ടോ, ഒരു പ്രവാചകൻ ആ സഭയിലുണ്ടെങ്കിൽ അവനായിരിക്കണം കർത്തൃമേശ, ശ്രേഷ്ഠമായ ബലി സമർപ്പണം നടത്താൻ യോഗ്യൻ അവനായിരിക്കണം. അവന് മാറിക്കൊടുത്തോണം ശ്രേഷ്ഠൻ. അതായത് ഒരു സഭയിൽ ഏതെങ്കിലും ദേശത്തു നിന്നൊരു പ്രവാചകൻ വരികയും ആ പ്രവാചകൻ അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഭയിൽ ആരാണോ സ്ഥിരമായി
നമ്മൾ കുർബാന എന്ന് പറയുന്ന അല്ലെങ്കിൽ കർത്തൃമേശ എന്ന് പറയുന്ന ഈ ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ വ്യക്തി ബാക്കോട്ട് മാറിയിട്ട് പ്രവാചകൻ എന്ത് ചെയ്യണം? വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് അവരാണ് യോഗ്യനെന്ന്. മറ്റാളെക്കാളും ആ വ്യക്തി ആയിരിക്കണം ഉന്നത സ്ഥാനീയൻ എന്നുള്ളതാണ്. അതായത് പ്രവാചകന് അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഡിഡാക്കയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുക, 3-ാം സ്ഥാനമാണ് പ്രബോധകന് കൊടുക്കുന്നത്. അപ്പോൾ പ്രബോധകൻ, നിങ്ങൾ ഒരുമാതിരി പെട്ടെന്ന് പ്രബോധനത്തിലേക്ക് തുനിയരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതിൻ്റെ കാരണം, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാകരുത്, എല്ലാവരും ഈ പരിപാടിക്ക് നിൽക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ദൈവത്തിൻ്റെ ദാസരാരെങ്കിലും ഒരു വ്യക്തി പാപത്തിലേക്ക് പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസി ഒരു വ്യക്തി പാപത്തിലേക്ക് വീണു പോകുന്നുവെങ്കിൽ, അവനെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കാം. അത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വ്യക്തമായിട്ട് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരുവനെ നിങ്ങൾ പാപത്തിൽ, നിന്റെ സഹോദരൻ നീ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ നീ നിന്റെ അനേക പാപങ്ങളോട് വിട പറഞ്ഞിരിക്കുന്നു. നീ നിന്റെ സഹോദരനെ നേടി, നിന്റെ പാപത്തിന് അത് പരിഹാരമാകും. കാരണം നീ എന്ത് ചെയ്തു? സഹോദരൻ പാപത്തിലേക്ക് വീഴാതിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുത്തു, അവനെ തിരിച്ച് പാപത്തിൽ നിന്നും വിശുദ്ധിയിലേക്ക്, ദൈവവചനത്തിലേക്ക് തന്നെ വിളിച്ചു. അപ്പൊ നമുക്ക് പ്രബോധകനാകരുത് എന്ന് പറയുന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. പ്രബോധകൻ വഴിതെറ്റിക്കരുത്, തിന്മയിലേക്ക് നയിക്കരുത്. അവൻ്റെ സ്വാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടി, അവൻ്റെ ഭൗതികമായ നേട്ടത്തിനു വേണ്ടി, അവൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രബോധനം നടത്തരുത് എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. കൊളോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചതുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. അതായത് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ ഒരു മേഖല നിനക്ക് എപ്പോഴും ബോധ്യമുണ്ടാകണം. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് ആണ് സമർപ്പിക്കുന്നത് എന്ന ബോധ്യം നിന്റെ ഉള്ളിലുണ്ടാകണം. അവൻ്റെ നാമത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. എന്ത് ചെയ്യുമ്പോഴും, ആരാധനയാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുമ്പോഴാകട്ടെ, ശുശ്രൂഷയാകട്ടെ, പ്രബോധനമാകട്ടെ, A to Z എല്ലാ കാര്യങ്ങളും നീ എന്ത് ചെയ്തോ അതെല്ലാം ഏത് മനോഭാവത്തോടെ ആയിരിക്കും ചെയ്യേണ്ടത്? കൃതജ്ഞതയോടെ. നീ വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്യുന്ന സകലതും എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് എത്തുമെന്ന ബോധ്യത്തോടെ, കൃതജ്ഞതയോടെ നീ ഇത് ചെയ്യുക. ഇതല്ലാതെ മറ്റൊന്നും നീ ചെയ്യരുത് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രബോധനം നടത്തുമ്പോഴാകട്ടെ, അപ്പോൾ ഓണാഘോഷിക്കുമ്പോഴും ബ്രദറെ ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു എന്ന തരത്തിൽ ചെയ്താൽ പോരെ? വല്ല കുഴപ്പമുണ്ടോ? വല്ല പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു പ്രോബ്ലം ഇല്ല അല്ലേ? ദൈവവചനം വ്യക്തമായിട്ട് പറയുന്ന കാര്യം എന്താണ്? നീ അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ചെയ്യേണ്ടത്. യേശുവിൻ്റെ നാമം മഹത്വം മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആരാധനയിൽ അന്യദേവന്റെ നാമം പോലും വരരുത്. അന്യദേവന്റെ നാമം പോലും നീ എന്ത് ചെയ്യരുത്? നീ പോയി നോക്കരുത്, കേൾക്കരുത്. ആ നാമം പോലും നിന്റെ നാവിൽ വരരുത് എന്ന് പറഞ്ഞ അസഹിഷ്ണുവായ ആ ദൈവത്തെ നമ്മൾ അറിയുന്നു. ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യം. 1 പത്രോസ് അതിൻ്റെ 4-ാം അധ്യായം 11-ാം വാക്യം കൂടി വായിച്ച് നമുക്ക് ഇത് ഒന്ന് അവസാനിപ്പിക്കാം. 1 പത്രോസ് അതിൻ്റെ 4-ാം അധ്യായം 11-ാം വാക്യം. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടാ പ്രസംഗിക്കുക. ചുമ്മാ തോന്നി പോലെ എന്ത് ചെയ്യത്തില്ല, അവൻ പ്രസംഗിക്കത്തില്ല. ഞാൻ ഈ സ്വർഗസ്ഥനായുടെ കാര്യം ഇവിടെ കൊണ്ടുവന്നതിൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. ഇത് ഇന്നും നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നതിൻ്റെ കാരണം ഇത് 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ തുടരുന്ന കാര്യമാണ്. ഒരു മാറ്റവും ഇല്ല. അപ്പസ്തോലന്മാരുടെ വിശ്വാസമാണ്, അപ്പസ്തോലിക പാരമ്പര്യമാണ് എന്നുള്ളതിൻ്റെ യഥാർത്ഥമായ കാര്യമാണ്. അന്നത്തെ കയ്യെഴുത്തു പ്രതികളിൽ ഇല്ലെങ്കിലും നമ്മൾ ഇന്നും ആ പ്രാർത്ഥന തുടർന്നു. ഒരു മാറ്റവും ഇല്ല. ഇന്നും നമ്മൾ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാര്യം അതാണ് തുടരേണ്ടത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് വ്യക്തമായിട്ട് അറിയാം. അപ്പസ്തോലന്മാർ അതാണ് ചെയ്തിരുന്നത്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി വിധം പ്രബോധനങ്ങൾ തുടങ്ങി, തോന്നി വിധം സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. ഇങ്ങനെ പല വിധത്തിലേക്ക് ഈ സംഭവം മാറി പറഞ്ഞു പോയി. അവിടെയാണ് പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ൽ പറയുന്നത്,
പ്രസംഗിക്കുന്നവൻ, ഒരുവൻ പ്രബോധനം നടത്തുകയാണ്, ഒരുവൻ സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണം? ദൈവത്തിൽ നിന്നും അരുളപ്പാട് ലഭിക്കണം, ദൈവത്തിൽ നിന്നും ഒരു ബോധ്യം ലഭിക്കണം. ആ ബോധ്യമായിരിക്കണം അവൻ ലോകത്തോട് വിളിച്ചു പറയേണ്ടത്. അല്ലാതെ അവൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ സുഖത്തിന്, അവൻ്റെ സൗകര്യത്തിന്, അവന് തോന്നി പോലെ ഒന്നും എന്ത് ചെയ്യരുത്, പ്രബോധനം നടത്തരുത് എന്ന് പറയുക. അടുത്ത വാക്യം പറയാണ്, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്നും ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പോൾ ഒരുവൻ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ച് ചത്ത് ഇങ്ങനെ ഇരിക്കുന്നവനെ പോലെ ആയിരിക്കരുത് അവൻ്റെ ശുശ്രൂഷ. ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും, കർത്താവിൻ്റെ ആത്മാവിൽ നിന്നും ലഭിച്ച ശക്തി കൊണ്ടായിരിക്കണം അവൻ ശുശ്രൂഷ ചെയ്യേണ്ടത്. ആ ശുശ്രൂഷയായിരിക്കും ദൈവജനത്തെ മാറ്റത്തുള്ളൂ, അവനെ ആയിരിക്കും ഒരു മാറ്റം ഉണ്ടാക്കത്തുള്ളൂ, ഒരു വ്യത്യാസം അവനിൽ ഉണ്ടാകത്തുള്ളൂ. അടുത്ത വാക്യം കൂടി വായിക്കുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ, മഹത്വവും ആധിപത്യവും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. സർവമഹത്വവും സകല മഹത്വവും എൻ്റെ കർത്താവായ യേശുവിനുള്ളതാണ്, എല്ലാ മഹത്വവും. അതുകൊണ്ടാണ് ജനം ആ സ്വർഗസ്ഥനായ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, എല്ലാ മഹത്വവും കർത്താവിന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും അത് തുടരുന്നത്. നമ്മളിന്ന് മഹത്വം ആർക്കൊക്കെ വീതിച്ചു കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂഷനാണ്. ആർക്കൊക്കെ കൊടുക്കണം? വിശുദ്ധർക്ക് കുറച്ച്, ഹൈപ്പർ ധൂലിയ, ലാത്രിയ, ഇങ്ങനെ കുറച്ച് പേർക്ക് ഇങ്ങനെ വീതിച്ചു കൊടുത്ത്, അതിനപ്പുറത്തോട്ട് വേറെ പല ടേമുകൾ വെച്ച് നമ്മൾ ഡിവിഷൻ ചെയ്ത്, ഇങ്ങനെ പല രീതിയിൽ. അതിനിടയിൽ ഓണം വരുമ്പോൾ നമ്മൾ ഓണത്തപ്പനെ കൊണ്ടുവന്ന് അങ്ങോർക്ക് കുറച്ച് ബഹുമാനവും ആദരവും കുറച്ച് റെസ്പെക്റ്റും ഒക്കെ കൊടുത്ത്, പുള്ളിക്ക് കുറച്ച് മഹത്വം കൊടുത്ത്, ഇങ്ങനെ ലോകത്തെ സകലതിനും മഹത്വം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഇത്രയും കേട്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, മഹത്വം ഒരൊറ്റ വ്യക്തിക്ക് കൊടുക്കാൻ പാടുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ വേറൊരുത്തനും ഒരു വ്യക്തിക്ക് മഹത്വം കൊടുക്കരുത്. മറ്റാർക്കും മഹത്വം കൊടുക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം ദൈവവചനം പറയുകയാണ്, ആധിപത്യം യേശു ക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ, മഹത്വം ആധിപത്യം എന്നേക്കും യേശുവിനുള്ളത്. സർവ്വ ആധിപത്യവും സർവ്വമഹത്വവും പാതാളങ്ങളിൽ ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മളോട് കൂടെ വാഴുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ് മഹത്വം കൊടുക്കേണ്ടത്. അതല്ലാതെ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന, വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു മിത്തിനും, ഒരു വ്യക്തിക്കും, ഒരു കെട്ടുകഥയ്ക്കും നമ്മൾ എന്ത് ചെയ്യരുത്? മഹത്വം കൊടുക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അങ്ങനെ മഹത്വം കൊടുക്കാൻ ഒരുവൻ പ്രബോധിപ്പിക്കുന്നെങ്കിൽ, ഒരുവൻ പ്രചോദനം നൽകുന്നുവെങ്കിൽ, അങ്ങനെ മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്ക് സുവിശേഷത്തിലൂടെ തിരുത്തണം. അത് പ്രബോധനം നടത്തുകയല്ല, പകരം നമ്മൾ എന്താണ്? സുവിശേഷമാണ് കൊടുക്കുന്നത്. സുവിശേഷം, ദൈവവചനം നമ്മൾ കൊടുത്ത് അവരെ തിരുത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു, നിങ്ങളാരും പെട്ടെന്ന് പ്രബോധകരാകാൻ തുനിയരുത് എന്നുകൂടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ സത്യത്തെക്കുറിച്ച് ബോധ്യം നമുക്ക് ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഒരു വ്യക്തി പ്രബോധകനാകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കഴുത്തിൽ തിരികല്ല് കെട്ടി താഴ്ത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുക. ഇത്രയും പറഞ്ഞപ്പോൾ ഈ സൂമിലായിരിക്കുന്ന ഈ 250 കുടുംബങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ കുടുംബങ്ങളോടൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രബോധനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ ഓണത്തെക്കുറിച്ചും ഓണത്തപ്പനെക്കുറിച്ചും ഇതിൻ്റെ ഐതിഹ്യമാലയത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പം ഇതൊന്നും നമുക്കൊരു പുതിയ കാര്യമല്ല. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാനിങ്ങനെ വേർപാടെടുത്ത് ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ ആരാധിച്ച് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയിട്ട് എനിക്ക് എന്ത് ലഭിക്കും? എനിക്ക് എന്താണ് എൻ്റെ കർത്താവ് തരുന്നത്? ഞാൻ അങ്ങനെ ഇത്തരം അന്യ ആരാധനയ്ക്ക് പോകാതെ, ഇത്തരം തിന്മയ്ക്ക് പോകാതെ, ഇത്തരം പാപമേഖലയ്ക്ക് പോകാതെ ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചു. വിശുദ്ധിയിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഇങ്ങനെയുള്ളൊരു വേർപാടെടുത്തു. എന്നിട്ട് ദൈവം എനിക്ക് എന്ത് ചെയ്ത് തരും എന്ന് ചോദിക്കുമ്പോൾ, മത്തായി സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം വായിച്ച 42-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മത്തായി 10:42. ഈ ചെറിയ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു പാത്രം വെള്ളം കൊടുത്താൽ. നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ കോണ്ടസ്റ്റ് എന്താണ് നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് 40 മുതൽ നമ്മൾ വായിക്കാം. എന്താണ് ആ കോണ്ടസ്റ്റ്? അതും കൂടി ഒന്ന് വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുക. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിച്ചവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഇത് അപ്പസ്തോലന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പസ്തോലന്മാരെ ആരെ സ്വീകരിക്കുന്നുവോ അവരെ സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ പിതാവിനെ സ്വീകരിക്കുന്നു. 41-ാം വാക്യം, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അത് പറഞ്ഞതിന് ശേഷമാണ് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു.
അപ്പം 41 വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച്, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നു, അവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടുന്നു. നമ്മൾ അനേക പ്രവചനങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പല പ്രവചനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നും പലതും നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്നുണ്ട്, നടക്കാൻ അകലം പാലിച്ച് നിൽക്കുന്നുണ്ട്. ഇന്ന് കർത്താവിന് മുമ്പിൽ ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഇക്കാലം എത്രയും അനേക ദൈവദാസരിലൂടെ, കർത്താവിൻ്റെ ശുശ്രൂഷകരിലൂടെ, ഒരു ചെറിയവനിലൂടെയെങ്കിലും കർത്താവേ എനിക്ക് ദൈവം ഒരു മെസ്സേജ് തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതോ നടക്കാനിരിക്കുന്നതോ ആയ അനുഗ്രഹത്തിൻ്റെ ഒരു മെസ്സേജ് എൻ്റെ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവസന്നിധിയിൽ ഞാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ യാചിക്കുക, കർത്താവെ, വേർപെട്ട് വിശുദ്ധിയിൽ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഈ ജനത്തിന് മേൽ കർത്താവിൻ്റെ പ്രവചനങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവിൽ അനേകർ പറഞ്ഞ കാര്യങ്ങൾ, അനേകർ ദൈവത്തിൽ നിന്നും ദൂത് ലഭിച്ച്, കർത്താവിൽ നിന്നും ഒരു മെസ്സേജ് ലഭിച്ചിട്ട് അനുഗ്രഹം ആർക്കൊക്കെ അവൻ പറഞ്ഞുവോ, കർത്താവേ, എൻ്റെ സ്വർഗത്തിലെ ദൈവം ആ പ്രതിഫലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തവന് പ്രതിഫലം കൊടുക്കും, അതിന് കണക്ക് സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞ കർത്താവായ ദൈവമേ, അവിടുത്തെ അനുഗ്രഹം എത്ര വലുതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രതിഫലം ഇന്ന് ഈ ഗ്രൂപ്പിന്, ഈ കുടുംബങ്ങൾക്ക്, എൻ്റെ സ്വർഗത്തിലെ ദൈവം, കർത്താവായ ദൈവം, കർത്താവെ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപക്കറകളെ കഴുകി, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ വചനത്തിന് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിൻ്റെ സ്വർഗത്തിലെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് കൃപ വർഷിക്കണമേ, കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം, കർത്താവേ, അവിടുത്തെ വചനം പറയുന്നു, 3 4 തലമുറ വരെ ഞാൻ അവരെ ശിക്ഷിക്കും, എന്നാൽ 1000 തലമുറ വരെ ഞാൻ അവരെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം അത് എവർലാസ്റ്റിംഗ്, 1000 തലമുറ വരെ നീളുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശാപമോ ശിക്ഷയോ ആകട്ടെ, അത് 3 4 തലമുറ വരെ. ഇതേ വചനം നമ്മൾ മത്തായി സുവിശേഷത്തിലൂടെ കർത്താവെ ഞങ്ങൾ ആത്മീയമായി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തവന് സ്വർഗം പ്രതിഫലം കൊടുക്കും. എന്നാൽ ഒരു സഹോദരനെ അന്യ ആരാധനയിലേക്കോ തിന്മയിലേക്കോ നയിച്ചവൻ, പാപത്തിലേക്ക് നയിച്ചവൻ, അവൻ കഴുത്തിൽ തിരികല്ല് കെട്ടി മരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ കർത്താവെ, അനുഗ്രഹം 10,000 മടങ്ങും 1000 മടങ്ങുമാണെങ്കിൽ ശിക്ഷ അത് 3 മടങ്ങിലേക്ക് പോകുന്നുള്ളൂ, എന്നാൽ അനുഗ്രഹമാകട്ടെ 1000 മടങ്ങിലേക്ക് പോകുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിലെ എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കരമുയർത്തി പറഞ്ഞേ, ഞങ്ങൾ ഇന്ന് ഈ വചനത്തിന്റെ മുൻപിൽ, ഈ വചനത്താൽ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ശിക്ഷയാകട്ടെ അത് 3 തലമുറ വരെ ആണെങ്കിൽ, അനുഗ്രഹമാകട്ടെ അത് 1000 തലമുറ വരെ പോകുമെന്ന് പഠിപ്പിച്ച സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ തലമുറകൾ ചെയ്ത പാപക്കറകൾ, ഞങ്ങളുടെ തലമുറകൾ ചെയ്ത പ്രബോധനങ്ങൾ, ഞങ്ങളുടെ തലമുറകൾ ചെയ്ത തിന്മകൾ, ഞങ്ങളുടെ തലമുറകൾ ദൈവത്തിനെതിരെ ചെയ്ത പാപക്കറകൾ യേശുവിൻ്റെ വചനത്താൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ വചനത്താൽ ശാപങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, തിന്മയുടെ സ്വാധീനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ തലമുറകൾ 1000 തലമുറ വരെ ആ അനുഗ്രഹം പ്രാപിക്കാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടുന്ന് കൃപയോടെ